അപ്പോൾ നാസർക്കാന്റെ ബൈക്ക് മാർട്ട് എറണാകുളത്താണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഓഫർ റേറ്റിനാണ് ഇന്ന് ഒരു വണ്ടി വന്നത്. കിഡിലൻ ബുള്ളറ്റ്. നാസർക്ക, നമ്മുടെ വില എന്ന് പറഞ്ഞു കൊടുത്തത് 2016 മോഡല് ബുള്ളറ്റ് ക്ലാസിക് 500cc ആണ്. 500cc നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അലോയ് വീൽ ഉണ്ട്. അലോയ് വീൽ ഉണ്ട്. അലോയ് വീലിന് ഒരു 10,000 മിനിമം റേറ്റ് ഉണ്ടോ? പിന്നില്ലേ, അലോയ് വീലിന് നല്ല വില കൂടിയ അലോയ് വീലാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല 500cc ബുള്ളറ്റ് ആണ്. ഇതിന്റെ സെൽഫ് കടിയൊന്നും സംശയമുണ്ട്. സെൽഫ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. നമുക്ക് ഏകദേശം നമ്മുടെ വില, നമ്മളിവിടെ ചോദിക്കേണ്ട വില 75 ആണ്. പക്ഷേ എബിയുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ ഈ വണ്ടി 68,000 രൂപയ്ക്ക് കൊടുക്കും. 68 രൂപയ്ക്ക്, വെറും 68,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 2 ടയർ കാര്യങ്ങളെല്ലാം നല്ല വണ്ടി തന്നെയാണ്. ഇഞ്ചിനൊക്കെ നല്ല ഇഞ്ചിനാണ്. സ്റ്റാർട്ട് ചെയ്ത് കാണാം. ഓക്കെ, എന്തായാലും എടുക്കുന്നവർക്ക് അതിനുള്ള ക്വാളിറ്റിയും പെയിന്റിംഗ് ആണെങ്കിലും ഒരു റെട്രോ ലുക്കും അലോയ് വീലും ചെറിയ പൈസയും. അതെ അല്ലേ? അതെ, സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നല്ല വണ്ടിയാണ്. 2016 ആണ്. 2031 വരെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. 2031 വരെ പേപ്പറുകൾ ഓക്കെയാണ്. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിലവിൽ ഇൻഷുറൻസ് പുതിയതാണ്. വീഡിയോ കണ്ടുവരുന്നവർക്ക് 68 രൂപയ്ക്ക് റേറ്റ് കൊടുക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ, വീണ്ടും പറയാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ബൈക്സിൽ സെയിൽസ് ഉള്ള കൊച്ചിയിലെ ബൈക്ക് മാർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓൾ കേരള ലോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ്, കൊച്ചി ഭാഗങ്ങളിലൊക്കെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വണ്ടി വിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് മൊത്തം നമ്മളിന്ന് കാണിക്കുന്നതാണ്. ഇതാണെങ്കിൽ വണ്ടി അല്ലേ, കിടിലൻ വണ്ടി. 2021 മോഡല് ക്ലാസിക്കാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഫുൾ ബ്ലാക്ക് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടി. ക്രാഷ് കാർഡ്, പുതിയ ക്രാഷ് കാർഡ് വെച്ച് കൊടുക്കും. 1,40,000 രൂപ. നീറ്റ് വണ്ടി. ലോൺ എത്ര കിട്ടും? ലോണൊക്കെ നമുക്ക് ഏകദേശം 1,10 വരെ ലോൺ കിട്ടും. 1,10 വരെ ലോൺ കിട്ടും. അതേപോലെ തന്നെ ഇത് അപ്പാച്ചെ 200 ആണ്. 2022 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അപ്പാച്ചെ 200 ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നമുക്ക് ഇന്ന് എബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്തുള്ള ബൈക്ക് മാർട്ടിലാണ് എബി വന്നിരിക്കുന്നത്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പാണിത്. നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോണിലൂടെ വണ്ടികൾ എടുക്കാം. നമുക്ക് ഏകദേശം ഒരു 2017 ശേഷമുള്ള എല്ലാ വണ്ടികളും ലോണിലൂടെ എടുക്കാം. സിബിൽ സ്കോർ കുറവാണെങ്കിലും നമുക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിന് സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ ബാങ്ക് പാസ്ബുക്കും ആധാർ കാർഡും ഫോട്ടോയും പാൻ കാർഡും മാത്രം മതി. അല്ലാത്തവർക്കാണെങ്കിലും 1-2 ദിവസം ഡിലേ വരും. ഡോക്യുമെൻറ്റേഷൻ, ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും ചെക്ക് ലീഫും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരാം. എറണാകുളത്ത് തന്നെയാണ്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ബൈക്കിൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എല്ലാത്തരം വണ്ടികളുണ്ട്. സ്കൂട്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം 100-ലധികം സ്കൂട്ടറുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്കൂട്ടറിൻ്റെ ഏകദേശം ഒരു 30,000 മുതൽ വില വരുന്ന സ്കൂട്ടറുകളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമുക്ക് ലോണിലൂടെ എടുക്കാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ല വണ്ടി മാറിയെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി വിൽക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ലോണിലൂടെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു നീല പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ടാണ് മൊത്തത്തിലൊരു നീല ഈ നല്ല ഉച്ചയ്ക്കാണ് പുള്ളി വന്നേക്കണേ. അച്ഛയാണ് 2017 മോഡൽ പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള സെൽഫ് സ്റ്റാർട്ടർ ഉള്ള 2017 മോഡൽ അപ്പാച്ച് നമുക്ക് വെറും 28,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി തന്നെയാണ്. നല്ല ക്ലീൻ. ആകെ 28,000 രൂപയ്ക്ക് അപ്പാച്ച് 2017 വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഗ്ലാമർ, ഹീറോയുടെ ഗ്ലാമർ 2017 മോഡൽ ഹീറോയുടെ ഗ്ലാമർ ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില 33,000 രൂപയ്ക്ക് കൊടുക്കാം. 33,000 രൂപയ്ക്ക് ഗ്ലാമർ കൊടുക്കാം. 2017 ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കാം. ലോൺ കിട്ടാൻ ഇതൊക്കെ 2017 ആകുമ്പോൾ ലോൺ റെഡി ആയി വരാൻ 2 ദിവസം ഡിലേ വരും. അല്ല സ്പോട്ടിൽ ഫിനാൻസ് കിട്ടണമെങ്കിൽ 2019 ശേഷമുള്ള വണ്ടികൾക്കാണ് ലോൺ കിട്ടുന്നത്. അതേപോലെ തന്നെ CT 110X ആണ്. 2022 മോഡൽ വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപയ്ക്ക് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി. ലോണൊക്കെ നമുക്ക് ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. 10 രൂപ അടച്ചാൽ ഈ വണ്ടി നമുക്ക് ലോൺ കിട്ടും. അടുത്തത് 2024 മോഡല് 125 ആണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ക്ലീൻ വണ്ടിയാണ്. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള CT 125 ആണ്. ഈ വണ്ടിയാണെങ്കിലും
ഇച്ചിരി മികച്ച വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമുക്ക് 2024 65,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി തന്നെയാണ്. വണ്ടി ഇതിനാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. 2024 വണ്ടിയാണ്. ഇനി സ്പ്ലെൻഡർ ആണ്. സ്പ്ലെൻഡറിന്റെ ഇഷ്ടം പോലെ വണ്ടികൾ അവൈലബിൾ ആണ്. സ്പ്ലെൻഡർ 2023 വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി. വണ്ടി വന്ന് ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് അത്ര പറയാനുള്ളത്. വണ്ടി നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 വണ്ടി 70,000 രൂപയ്ക്കും കൊടുക്കാം. 70,000 രൂപയ്ക്ക് കൊടുക്കാം. അത് നമുക്കൊരു 15 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ വീണ്ടും സ്പ്ലെൻഡർ ആണ്. 2024 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടി തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ 2024 വണ്ടിയാണ്. 2024 ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 15-20 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അടുത്തതാണെങ്കിലും ഇരിക്കുന്നു 2024 തന്നെ വണ്ടി 72,000 രൂപയ്ക്ക് കൊടുക്കാം. പക്ക കണ്ടീഷൻ വണ്ടി. ഇത് 2025 വണ്ടിയുണ്ട്. ഏകദേശം 5,000 കിലോമീറ്റർ താഴെ ഓടിയിരിക്കുന്ന സ്പ്ലെൻഡർ പുതുപുത്തൻ വണ്ടി നമുക്ക് ഏകദേശം ഒരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഇനി NSന്റെ 125 എന്ന് പറയുന്ന മോഡലാണ്. 2022 വണ്ടി വെറും 58,000 രൂപയ്ക്ക് കൊടുക്കാം. NS 2021 മോഡൽ 58,000 രൂപ. അതേപോലെ തന്നെ 2017 മോഡൽ NS 160 എന്ന് പറഞ്ഞ മോഡൽ ഏകദേശം നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന് ലോൺ കിട്ടും. പിന്നെ ലോൺ കിട്ടാത്ത വണ്ടികളില്ല. 2019 ശേഷമുള്ളതാണ് സ്പോട്ട് ഫിനാൻസ് കിട്ടുന്നത്. അടുത്ത് 2019 മോഡൽ വണ്ടി നമുക്ക് ഏകദേശം ഒരു 15-20 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. ഈ വണ്ടിയുടെ വിലയാണെങ്കിലും നമുക്കൊരു 72,000 രൂപയ്ക്ക് 2019 NS 200 കൊടുക്കാം. അടുത്ത് NS 200 തന്നെ 2023 വണ്ടിയാണ്. ABS കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2016 മോഡൽ FC നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന് ലോൺ കിട്ടില്ല. 2016 ലോൺ കിട്ടില്ല. അതേപോലെ തന്നെ ലോൺ കിട്ടാനാണെങ്കിൽ FC ഇരിക്കണോ. 2019 മോഡൽ 56,000 രൂപയ്ക്ക് കൊടുക്കാം. 56,000 രൂപയ്ക്ക് 2019 മോഡൽ FCയുടെ വെർഷൻ 3 നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് ലോണും കിട്ടും. അടിപൊളി വണ്ടി. അതേപോലെ തന്നെ 2023 വണ്ടിയുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2021 വണ്ടി നമുക്കൊരു 72,000 രൂപയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഹോർണറ്റ് 2016 ഹോർണറ്റ് നമുക്കൊരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല 32,000 രൂപ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ SP 125 ഏകദേശം 70ഓളം മൈലേജ് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വണ്ടി നല്ല വണ്ടിയാണ്. വീൽ ബേസ് കൂടുതലാണ്. ഓടിക്കാൻ കംഫർട്ടാണ്. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഹോണ്ട ഷൈൻ SP നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 68,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 68,000 10-15 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാം. അത് ഇനി നമുക്ക് സ്കൂട്ടറിലേക്ക് വരാം. സ്കൂട്ടർ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. എൻഡോർക്ക് 2023 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. XP എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ഏകദേശം 72,000 രൂപ കൊടുക്കാം. 2023 മോഡൽ 72,000 രൂപ. ഇത് 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ വണ്ടി നമുക്കൊരു 56,000 രൂപയ്ക്ക് കൊടുക്കാം. 56,000 രൂപയ്ക്ക് കൊടുക്കാം. ഹോണ്ടയുടെ എൻഡോർക്കിന്റെ TVSന്റെ എൻഡോർക്കിന്റെ റേസ് എഡിഷൻ വണ്ടിയാണ്. അപ്പോൾ അത് അടുത്തത് 2021 മോഡല് ഡിയോ ഇരിക്കുന്നുണ്ട്. നീറ്റ് ഡിയോ 2021 വണ്ടി വെറും 60,000 രൂപ. അത് 2016 മോഡല് ഹോണ്ടയുടെ ഡിയോ നല്ല വണ്ടി. 2016 നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ടയർ കാര്യങ്ങളൊക്കെ നീറ്റാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 31,000 രൂപയ്ക്ക് കൊടുക്കാം. 31 രൂപ ഉള്ളതിന്. അടുത്തത് 2022 മോഡൽ ഡിയോ നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. വണ്ടി വന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം എടുത്ത പുത്തൻ ടയർ കാര്യങ്ങൾക്കാണ്. 2022 വണ്ടി നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 നമുക്ക് ലോണും കിട്ടും. ഏകദേശം ഒരു 15 രൂപ അടച്ചാൽ 2022 68,000 രൂപ. 2020 മോഡൽ ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ഇരിക്കുന്നുണ്ട്. ഏകദേശം 55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നീറ്റാണ്. അതേപോലെ തന്നെ 2019 മോഡൽ TVS ജൂപ്പിറ്റർ ആണ്. നല്ല ക്ലീൻ വണ്ടി. നമുക്ക് നല്ല എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. ലോണും കിട്ടും. ഏകദേശം ഒരു 15 രൂപ അടച്ചാൽ ലോണും കിട്ടും. അതേപോലെ തന്നെ 2019 ഏകദേശം നമുക്കൊരു 50,000 രൂപ 48,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപ അടച്ചാൽ ലോണും കിട്ടും. അതേപോലെ തന്നെ നല്ല പുതുപുത്തൻ വണ്ടി എൻഡോർക്കിൻ്റെ ZX എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല പുതിയ വണ്ടി. നല്ല ക്ലീൻ വണ്ടി. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ എല്ലാ ഓപ്ഷൻസും ഉള്ള ഈ വണ്ടി നമുക്ക് വെറും 70,000 രൂപ 68,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 68,000 രൂപ.
വീണ്ടും ജൂപ്പിറ്റർ വീണ്ടും ജൂപ്പിറ്റർ 2021 മോഡൽ വണ്ടിയാണ്, 22 മോഡൽ വണ്ടി 65,000 രൂപയ്ക്ക് കൊടുക്കാം. അത് തന്നെ പിന്നെ കുറഞ്ഞ ഗ്രാസിയ ലേഡീസിനൊക്കെ ഓടിക്കാൻ പറ്റും. ഫാസിനോ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണ്, ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി ലേഡീസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല വണ്ടിയാണ്. വണ്ടി വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. 2018 വണ്ടിയാണ്, നമുക്ക് ഏകദേശം ഒരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2018 വണ്ടിയാണ്, 45,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അത് ഇത് 2017 വണ്ടിയാണ്, നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇതും 2018 വണ്ടിയാണ്, 42,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 മോഡൽ അപ്രിലാണ്, ഏകദേശം 35,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കിടിലൻ ലുക്കുള്ള വണ്ടിയാണ്. അപ്രിലെ വേണ്ടവർക്ക് അപ്രിൽ അത് ലോണായിട്ട് കിട്ടും. സ്കൂട്ടറുകളെല്ലാം തന്നെ ലോൺ കിട്ടും. നമുക്ക് ഏകദേശം ഒരു 15, 20, 10 ആ റേഞ്ചൊക്കെ മതിയാവും കേട്ടോ. നമുക്കിപ്പോൾ നിങ്ങൾക്ക് വേറെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വേറെ വണ്ടി നമ്മൾ എത്തിച്ചേരും. പിന്നെ ഏതാ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ അവിടെ കണ്ടോ, അവിടെ ഫുള്ള് മെട്രോയുടെ വർക്കായിട്ട് മെട്രോയുടെ വർക്ക് നടക്കണോണ്ട് നമ്മുടെ റോഡിൽ ബസ്സൊക്കെ പോകുന്നുണ്ട്. പക്ഷേ മറച്ചിരിക്കണോണ്ട് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്നാൽ മതി. 550 നമ്പർ നമ്പർ 550 ഫ്രണ്ടിൽ വന്ന സ്റ്റേഡിയത്തിന്റെ കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. കിടിലൻ എൻഡോർക്ക് 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 58,000 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപയ്ക്ക് എൻഡോർക്ക് റേസ് എഡിഷൻ വണ്ടി, നല്ല കണ്ടീഷൻ വണ്ടി. ടയർ പുതിയ ടയറാണ്. അതേപോലെ തന്നെ 2023 വണ്ടി 72,000 രൂപ. 2024 വണ്ടി നമുക്കൊരു 78,000 രൂപ കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി. ഇതൊക്കെ എൻഡോർക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് മതി. ഏകദേശം ഒരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എൻഡോർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ എൻഡോർക്ക് 2023 വണ്ടി 72,000 രൂപ. 2023 വണ്ടി 72,000 രൂപ. 2022 വണ്ടി ഇതാകുമ്പോൾ നമുക്കൊരു 67,000 രൂപ 66,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. എൻഡോർക്ക് നമുക്ക് ഈ വണ്ടി ആണെങ്കിലും വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, ക്ലീൻ വണ്ടി. അതേപോലെ തന്നെ 2010 ആക്റ്റീവ്, ഇനി ആക്റ്റീവിലോട്ട് വരാം. ആക്റ്റീവ് 2019 ആണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്, ഒരു മോശമില്ല. ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു 52,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2021 വണ്ടി 62,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 വണ്ടി 62,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2018 വണ്ടി വെറും 45,000 രൂപയ്ക്ക് നല്ല കാർബറേറ്റർ ആക്റ്റീവ് കൊടുക്കാം. ലോൺ കിട്ടോ. പിന്നെ 2019 മോഡൽ ആക്റ്റീവ് 125 നമുക്ക് ഈ വണ്ടി ആണെങ്കിലും വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. അത് ഫാസിനോ നല്ല വണ്ടിയാണ്, ഹൈബ്രിഡ് വണ്ടിയാണ്. 2022 67,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, നല്ല വണ്ടി 67,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇതും നല്ല വണ്ടിയാണ്, 2021 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 60,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി 60,000 രൂപ. അത് 2022 മോഡൽ വണ്ടി, ഹൈബ്രിഡ് ആണ്. നമുക്ക് 65,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. അതേപോലെ തന്നെ റേസ് എഡാർ, യമഹയുടെ തന്നെ റേസ് എഡാർ ഹൈബ്രിഡ് 2023 മോഡൽ വണ്ടി 68,000 രൂപ. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. വീണ്ടും ഹൈബ്രിഡ് 2022 വണ്ടി നമുക്ക് വെറും 58,000 രൂപ കൊടുക്കാം. 58,000 രൂപ. അതേപോലെ തന്നെ 2022 മോഡൽ വണ്ടി, ബ്ലൂ കളർ വണ്ടിയുണ്ട്, നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 2022 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 65,000 രൂപ കൊടുക്കാം. ഇത് 2022 തന്നെയാണ്. വണ്ടി നല്ല വണ്ടിയാണ്, ഹൈബ്രിഡാണ്, ഏകദേശം 65,000 രൂപ. ഇതാണെങ്കിലും 2022 വണ്ടിയാണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം 62,000 രൂപ കൊടുക്കാൻ പറ്റും. നല്ല വണ്ടികളാണ്, മൈലേജ് കിട്ടും. ഹൈബ്രിഡ് വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈലേജ് കൂടുതൽ കിട്ടും. യമഹയുടെ വണ്ടികൾക്ക് എല്ലാത്തിനും മൈലേജ് ഉണ്ട്. വണ്ടി നല്ലതാണ്. നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. അപ്പാച്ചിന്റെ സൗണ്ട് ഭയങ്കര സംഭവമാണ്. 2022 വണ്ടി നമുക്ക് 85,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉറപ്പായിട്ടുണ്ടാവും. നല്ല വണ്ടി തന്നെയാണ്. പേട്ട സാധനമാണ്. നല്ല നമുക്കാകുമ്പോൾ 82,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 200 cc വണ്ടി 82,000 രൂപ. അടുത്തത് നല്ല ഉഗ്രൻ വണ്ടി 2018 മോഡല്, ഡബിൾ ഡിസ്ക്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്ന ബുള്ളറ്റിന്റെ ക്ലാസിക്കാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം 1,22,000 രൂപയ്ക്ക് 1,22,000 രൂപയ്ക്ക് 1,22,000 ഡബിൾ ഡിസ്ക് വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി, ബ്ലാക്ക് വണ്ടി, ബുള്ളറ്റ്
പിന്നെ ക്ലാസിക് ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാം. കാർബേറ്റർ വണ്ടിയാണ്. പ്രത്യേകിച്ച് കാർബേറ്റർ വണ്ടിയാണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒന്നും പേടിക്കേണ്ട, നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ 1,22,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ലോൺ ആവശ്യക്കാർക്ക് ലോണായിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 30 രൂപ 25 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. അടുത്തത് അടിപൊളി വണ്ടി വെച്ചാൽ തണ്ടർബേർഡ് ബ്ലാക്ക് കളറും എല്ലാവരും ചോദിക്കുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. 2018 വണ്ടിയാണ്. 2018 തണ്ടർബേർഡ് ആണ്. അതുകൊണ്ട് ലോൺ കിട്ടുമെന്ന് മാത്രമല്ല, വണ്ടി നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപയ്ക്ക് ബുള്ളറ്റ് തണ്ടർബേർഡ് കൊടുക്കാൻ പറ്റും. സെൽഫും കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഏകദേശം 43,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ്. ഇഞ്ചിന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ പേടിക്കേ വേണ്ട. ബൈക്ക് മാർട്ടിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഞ്ചിന്റെ ഭാഗത്ത് പേടിക്കേണ്ട. ഏതാണ് നമ്മൾ അതിലെല്ലാം ക്ലീൻ ആകണമെങ്കിൽ മാത്രമേ നിങ്ങൾ തരുള്ളൂ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് തന്നെ തരുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ആ കാര്യത്തിൽ പേടിക്കണ്ട. പിന്നെ ദേവന്നു ഹോണ്ട ഹൈനസ് 2022 മോഡൽ വണ്ടിയാണ്. 2022 മോഡൽ ഹോണ്ട ഹൈനസ് ആണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. പുതുപുത്തൻ വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടി. ഏകദേശം 50,000 കിലോമീറ്റർ ഓടിക്കുന്ന ABS അലോയിൽ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് വണ്ടിയാണ്. 1,55,000 രൂപ ലോൺ ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കാം. ഏകദേശം ഒരു 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. അടുത്ത് 2019 മോഡൽ ബുള്ളറ്റിൻ്റെ ക്ലാസിക് ആണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ബുള്ളറ്റ് ക്ലാസിക് 350 തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,35,000 രൂപയ്ക്ക് ക്ലാസിക് കൊടുക്കാം. വണ്ടി 2019 വണ്ടിയാണ്. ABS ആണ്, ഡിസ്ക് ബ്രേക്ക് ആണ്, എല്ലാ ഓപ്ഷൻസും ഉള്ള ഈ വണ്ടി നമുക്ക് 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്തതാണെങ്കിൽ 2019 മോഡൽ വണ്ടിയാണ്. ക്ലാസിക് ഏകദേശം 1,38,000 രൂപയ്ക്കാണ് ചോദിക്കണം. വില 1,35,000 കൊടുക്കാം. അടുത്ത് 2019 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ്. 2019 മോഡൽ 1,10,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 1,10. അതേപോലെ തന്നെ ഇരിക്കുന്നു MT ആണെങ്കിലും കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. 2022 മോഡൽ MT 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 20 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2023 220 ആണ്. നമുക്ക് ഏകദേശം 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ. 10,000 രൂപ. 2023 മോഡൽ 220 ABS അലോയ് ഡിസ്ക് ബ്രേക്ക് എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടി. നല്ല ലുക്കിലായ വണ്ടി നല്ല വണ്ടി. അടുത്ത് 2021 മോഡൽ വണ്ടിയാണ്. ഇതും ABSും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടി തന്നെയാണ്. ഏകദേശം 90,000 രൂപയ്ക്ക് 220 കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 20 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് വണ്ടികളും കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ജിക്സർ ആണ്. ജിക്സറിന്റെ നമുക്ക് 4 പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ജിക്സർ എല്ലാം ഒരെണ്ണം നേക്കിഡ് വണ്ടിയാണ്. ബാക്കി 3 നേക്കിഡ്. 2022 വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 68,000 രൂപ. അത് നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്ത് 2024 മോഡൽ വണ്ടിയാണ്. ഏകദേശം 90,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്ത് 2023 മോഡൽ വണ്ടി 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ജിക്സറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ചെറിയ പൈസ കിട്ടുന്ന സ്പോർട്ടി ബൈക്കും അതെ വണ്ടി ലുക്കാണ്. അടുത്ത് വരുന്നത് വീണ്ടും 2024 തന്നെയാണ്. ഇത് നമുക്കൊരു 90,000 രൂപയ്ക്ക് കൊടുക്കാം. അത് നമുക്ക് ബാക്കി ലോൺ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 1,00,000 രൂപ 90,000 രൂപ വിലയാണെങ്കിൽ ഒരു 10-15 ഒക്കെ അടച്ചു ലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു 3,000 രൂപ 3,500 രൂപയിൽ ഒരു രക്ഷയില്ല നല്ല വമ്പൻ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പൊ അതാണ് നമ്മുടെ പ്രൈസ്. എത്രയായിരുന്നു ഇതിനാകുമ്പോൾ നമുക്കൊരു 90,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 90,000 രൂപയ്ക്ക് എത്ര ലോൺ കിട്ടും? ഇത് നമുക്കൊരു 80 രൂപ വരെ ലോൺ കിട്ടും. ഒരു 10 രൂപയ്ക്ക് അടച്ചാൽ മതിയാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമുക്ക് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാം നമുക്ക് അതിൻ്റെ വേറെ ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇവിടുന്ന് ക്ലിയർ ചെയ്ത് എല്ലാം പരിഹരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഓരോ കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ടതില്ല. എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടാണ് തരുന്നത്. പിന്നെ ഞങ്ങളെ ഓതറൈസ്ഡ് RTOയുടെ ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തടസ്സവും കാര്യങ്ങളൊന്നും വരില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തരും. മാക്സിമം ഏകദേശം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ലോണിലൂടെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തിനുള്ളിലും റെഡി ക്യാഷിന് എടുക്കുകയാണെങ്കിൽ ഒരു 45 ദിവസത്തിനുള്ളിലും നിങ്ങൾക്ക് RC ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നേരിട്ട് വരിക അതെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ 2 പേരും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറിലൂടെ അതിൽ വിളിച്ചിട്ട് വരിക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റുകളും കാര്യങ്ങളൊക്കെ അധികം ദിവസങ്ങൾ ഇരിക്കുന്ന വണ്ടികളല്ല. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയിട്ട് വരിക. ഈ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വരിക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ടുവരുന്നവർക്കും എല്ലാവർക്കും എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.